ഹലോ എവ്രി വൺ, അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FD ആണ്. അപ്പോൾ FD എങ്ങനെ നിങ്ങൾക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്യാം, FD നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടോ, പൊട്ടിച്ചാൽ പ്രശ്നമാവോ, FD എങ്ങനെ ഇടണം, FDൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് മാനേജറിൻ്റെ കൂടെ നമ്മുടെ ബാങ്കിങ് സീരീസിലെ വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്താണ് FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആ അക്കൗണ്ടിലാണ് നോർമലി നമ്മൾ പൈസ സൂക്ഷിക്കുക. നമ്മളിപ്പോൾ നേരത്തെ വീഡിയോ സംസാരിച്ചതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും എമൗണ്ട് ഉണ്ടാവുക. അതിനെ നമുക്ക് മാറ്റിയിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ അതിൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, നമുക്ക് ആ എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി എടുക്കാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സേവിങ്സ് ഹാബിറ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഗൂഗിൾ പേ ചെയ്യും, അല്ലെങ്കിൽ നോർമൽ നമ്മൾ യൂസ് ചെയ്യും, ആ രീതിയിലേക്ക് പോകും. അതേസമയം നമുക്ക് ആ എമൗണ്ട് മാറ്റി വെക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റും കിട്ടും. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 3% നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിൻ്റെ പീരീഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് മിനിമം 15 ദിവസത്തേക്ക് ഇടാം, 45 ദിവസത്തേക്ക് ഇടാം, 1 ഇയർ, എത്ര പീരീഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 10 വർഷം വരെയുള്ള പീരീഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ പീരീഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക. ഒരു 1 ഇയറിലേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7.06% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. റേറ്റ് വേരിയബിൾ ആണ്, അത് ഓരോ ടൈം ടു ടൈം ചേഞ്ച് ആവുന്നുണ്ട് ബാങ്കുകളിൽ. അപ്പം ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക, HDFCന് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം എന്താ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്ന സമയത്തുള്ള റേറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്, ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ ഇൻട്രസ്റ്റ് നിങ്ങൾ വെബ്സൈറ്റിൽ ചെയ്യുമ്പോൾ കാണിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു 1 ഇയർ എന്തെങ്കിലും മിനിമം എമൗണ്ട് ഉണ്ട് FD ഇടാൻ വേണ്ടിയിട്ട്? മിനിമം നമ്മൾ 5,000 വെച്ചിട്ട് FD സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഈ FD എന്ന് പറഞ്ഞാൽ എനിക്ക് പൊട്ടിക്കാൻ പറ്റുമോ? FD പൊട്ടിക്കാൻ പറ്റും. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഫണ്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ പൊട്ടിക്കുന്നത് അതുവരേക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 ഇയറിലേക്കാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. 6 മാസം കഴിയുമ്പോൾ നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ 6 മാസത്തേക്കുള്ള ആപ്ലിക്കബിൾ റേറ്റിൽ നിന്ന് 1% കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആ ഇൻട്രസ്റ്റോട് കൂട്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വർഷത്തേക്ക് ഇട്ടാൽ എത്ര ശതമാനം കിട്ടും? 7% നമ്മൾ അപ്രോക്സിമേറ്റ്. പക്ഷേ ഞാൻ 6 മാസത്തെ ഇട്ട് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തെ പെർസെൻറ്റേജിൽ -1% ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എക്സ്ട്രാ പൈസ ഒന്നും ഒരിക്കലും പോകില്ല. ബാക്കി ഡിഫറൻസ് ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ അടുത്ത് നിന്ന് പൈസ ഒന്നും പോകില്ല FD പൊട്ടിച്ചുകൊണ്ട്. FD പൊട്ടിക്കരുന്നൊരു നല്ല സ്വഭാവമാണ്, നല്ല രീതിയിലുള്ള കാര്യമാണ്. പക്ഷേ പൊട്ടിച്ചാലും ഡേഞ്ചർ ഒന്നുമില്ല. അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിന് ബാങ്കിൽ വരേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. പിന്നെ ബാങ്കിൽ വന്ന് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് FD ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ FDൻ്റെ റേറ്റിനെ പറ്റി സംസാരിക്കുകയാണ്. നമുക്ക് കുറേ റേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുറച്ച് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ 15 ഡേ ഇട്ടാൽ കിട്ടും, 1 ഇയർ 2 ഇയർ ഒന്നും പറഞ്ഞല്ലോ. അതെ, അത് നമുക്ക് നോർമലി വരിക നമുക്ക് ഒരു 1 ഇയറിലേക്കാണെങ്കിൽ 6.6% ആണ് ഇപ്പോഴത്തെ റേറ്റ്. അത് വേരിയബിൾ ആയിരിക്കും. ഡിസ്ക്ലെയിമർ, ഇത് മാറും. അപ്പോൾ നിങ്ങൾ ലിങ്ക് ചെക്ക് ചെയ്യുക. പിന്നെ ഓരോ ബാങ്കിലും ഓരോന്നായിരിക്കും. HDFCന് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇടുക. ഓക്കെ, ബാക്കി അതുപോലെ നമ്മളൊരു 45 ഡേയ്സിലേക്ക് കിട്ടുകഴിഞ്ഞാൽ നമുക്കൊരു 3.5% ആണ് ഇൻട്രസ്റ്റ് വരിക. അതൊരു 15 മാസത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ 7.06%. അങ്ങനെ വേരിയബിൾ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ FD നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ എമൗണ്ട് വേണം, നിങ്ങൾ വർഷങ്ങളിലേക്ക് ഇടണമെന്നില്ല. സേവിങ്സിൽ വെറുതെ വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഡെഫിനറ്റ്ലി FDയിലേക്ക് ഇടാം. തീർച്ചയായിട്ടും. ഇപ്പോൾ 3%-നെക്കാട്ട് ചിലപ്പം അതിൻ്റെ ഡബിൾ പെർസെൻറ്റേജ് ഏകദേശം കിട്ടും FDയിൽ ഇട്ടാൽ. ആൻഡ് ചെറിയ പീരീഡിലേക്ക് ഉണ്ട്, ആൻഡ് ഡേഞ്ചർ ഒന്നുമില്ല. അതെ. ഓക്കെ, ഇനി FD റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടേംസ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങളും ചിലപ്പം അപ്ലൈ ചെയ്യുമ്പോൾ കേൾക്കും. ഫസ്റ്റ് എനിക്കറിയാം റെക്കറിംഗ് ഡെപ്പോസിറ്റ്, RD, അതെന്താ സംഭവം? റെക്കറിംഗ് ഡെപ്പോസിറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റും രണ്ടാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ 1 ടൈം ആണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മൾ ഒരു 50,000 ഇടുകയാണെങ്കിൽ ഒറ്റയടിക്ക് അത് നമ്മളൊരു പീരീഡിലേക്ക് 1 ഇയറിലേക്കാണെങ്കിൽ 1 ഇയറിലേക്ക്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ മാസം ഒരു എമൗണ്ട്, നമുക്കൊരു സേവിങ്സ് ഹാബിറ്റ് പോലെ ഒരു 2,000 രൂപ അല്ലെ 5,000 രൂപ ഏതെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് എല്ലാ മാസവും നമുക്ക് നമ്മുടെ സമ്പാദ്യത്തിനല്ല നമ്മുടെ വരുന്ന വരുമാനം SIP എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ മാസം അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. അതിന്റെ റിട്ടേൺ റേറ്റ് എത്രയാണ് വരുന്നത്? അത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ സെയിം റേറ്റ് തന്നെയാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിനും വരും. ഓക്കെ, അപ്പോൾ അതിനും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ചെക്ക് ചെയ്യാൻ പറ്റും ഇവർക്ക്. അതെ. ഓക്കെ, പിന്നെ FDനെ പറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഡൗട്ട്, നമുക്ക് റിന്യൂ ചെയ്യാൻ വരുമല്ലോ, നമുക്ക് ഇൻട്രസ്റ്റ് ഒള്ളി പ്രിൻസിപ്പൾ ഒള്ളി റിന്യൂ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൾ, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതിന് ശേഷം അത് മച്യൂർ ആകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ആ മുതൽ മാത്രം വീണ്ടും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ല നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടി നമുക്കിപ്പോൾ വേണ്ട, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ക്യുമുലേറ്റീവ് റേറ്റിന്റെ ബെനിഫിറ്റും കൂടെ കിട്ടും. ആ ഒരു ഇൻട്രസ്റ്റിന്റെ കൂടെ 1,07,000 ആയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 1,07,000 വീണ്ടും നമുക്ക്. ഓക്കെ, അപ്പം ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ് ഞാൻ ചെയ്യാറും പൊതുവേ റിന്യൂ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പളും. കാരണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ മറന്നു പോയിരിക്കും, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടാവില്ല, ആ സമയത്ത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ അങ്ങ് ഇൻവെസ്റ്റ് ആയിക്കോളും. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒന്നും പേടിക്കാതെ 2 ദിവസം കഴിഞ്ഞിട്ട് ക്യാൻസൽ ഒന്നും കിട്ടും, പ്രശ്നമില്ലല്ലോ. പിന്നെയുള്ളതാണ് ഞാൻ കണ്ടതാണ് എന്താ സ്വീപ്പ് ഇൻ FD, അതെന്താ സംഭവം?
സ്വീപ്പ് ഇൻ FD ഇപ്പോൾ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റുന്ന കാര്യം പറഞ്ഞു. നമ്മുടെ സേവിങ്സിൽ നിന്നുള്ള എമൗണ്ട് ആണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റുന്നത്. പെട്ടെന്നൊരു എമർജൻസി വന്നു, നമുക്കൊരു പേയ്മെൻറ്റ് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഒരു ചെക്ക് ക്ലിയറിങ്ങിന് വന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഈ FDയുടെ ബാക്കപ്പ് വെച്ചിട്ട്. ഇൻ കേസ് നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലെങ്കിൽ ആ FDയിൽ നിന്നുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ആ ചെക്ക് ക്ലിയർ ആയി പോകും, അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് പ്രോസസ് ആവും. അപ്പോൾ നമ്മുടെ ചെക്ക് റിട്ടേൺ ആവില്ല. ഓക്കെ, അപ്പോൾ ഡേഞ്ചർ ഇല്ല. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാം കൂടി FDയിൽ ഇടുകയാണെങ്കിൽ ഇനി ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വലിച്ചെടുത്തോളും. അപ്പം നമുക്ക് ഈ സ്വീപ്പിൻ FDക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഈ റേറ്റ് സെയിം ആണ് വരുന്നത്. ആ എമൗണ്ട് വലിച്ചെടുക്കുന്ന ദിവസം വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ആ എമൗണ്ടിന് കിട്ടുക. ബാലൻസ് നിൽക്കുന്ന എമൗണ്ടിന് ഫുൾ ഇൻട്രസ്റ്റും കിട്ടും. ഓക്കെ ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം, ബാക്കിയുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇനി ഒരു FD ഓപ്പൺ ചെയ്യണമെങ്കിൽ ബാങ്കിൽ വരേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ബാങ്കിൽ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പ് വഴിയോ നമ്മുടെ വെബ്സൈറ്റിലോ കയറിയിട്ട് നമുക്ക് നമ്മുടെ നെറ്റ് ബാങ്കിങ് വഴിയും നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബുക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണം, ബാങ്കിൽ തന്നെ വന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്നും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്നാൽ ഞാൻ എന്തെങ്കിലും ഫോമായിട്ട് വരണോ, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒരു ഫോം ഉണ്ട്, ആ ഫോം വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യാൻ നമ്മൾ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന് വെറുതെ നമുക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു FD സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണം ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിൾ കാര്യം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ FDൻ്റെ വീഡിയോ കവർ ചെയ്തു, സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന, അക്കൗണ്ട് കുട്ടികൾക്ക് ഓപ്പൺ ചെയ്യുന്ന എല്ലാം വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, പ്ലേലിസ്റ്റ് ഉണ്ടാവും, എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ബാങ്കിങ് സീരീസിൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.